ഇനിയും മരണം കാത്തിരിക്കുന്ന മക്കളുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നിയ ഫൈസൽ മടങ്ങുന്നത്. ഇനിയും ഒരു കുട്ടി കൂടി മരിക്കാതിരിക്കാൻ നമ്മുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധയുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച 7 വയസ്സുകാരി നിയ ഫൈസൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് തിരുവനന്തപുരം ST ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയാകട്ടെ ഇന്ന് തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ്. കുഞ്ഞുങ്ങളുമായി എത്തുന്നവർക്ക് നേരെ കുരച്ചുകൊണ്ട് നായ്ക്കൾ ഓടിയെത്തുന്നു. വലിയ ദുരിതമാണ് നായകൾ കാരണം ഉണ്ടാകുന്നതെന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ പറയുന്നു. തെരുവുനായുടെ കടിയേറ്റ് കൊല്ലം വിളക്കുടി സ്വദേശിയായ നിയ ഫൈസൽ മരിച്ചിട്ട് അല്പനേരം മാത്രമേ ആയിട്ടുള്ളൂ, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം ST ആശുപത്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ST ആശുപത്രിയിലെ ദൃശ്യങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു പോകേണ്ടതായിട്ടുണ്ട്. അതിഭീകരമായ ദൃശ്യങ്ങളാണ്. അതായത് നമുക്ക് കാണാൻ സാധിക്കും, ഈ വഴിയിൽ നായ്ക്കളുടെ ഒരു സഞ്ചാരപാത, അതായത് സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു പാത, അതിന് തൊട്ട് പിന്നിലായി കുഞ്ഞുങ്ങളുമായി, കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും അതിനോടൊപ്പം തന്നെ അവരുടെ രക്ഷകർത്താക്കളും ഡോക്ടർമാരെ കാണുന്നതിന് വേണ്ടി OP ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. ഒന്ന് കണ്ണിമ ചിമ്മിയാൽ ഏത് സമയവും ഒരു അക്രമം പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു തെരുവുനായ പാഞ്ഞെടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവർ നിന്ന് കടന്നു പോകുന്നത്. ഈ ലൈവിൽ പോലും, അതായത് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും പട്ടിയുടെ കുരശബ്ദം നമുക്ക് ഇതിൽ കേൾക്കാൻ സാധിക്കും. ഓരോ ആൾക്കാർ വരുമ്പോഴും അവർക്ക് നേരെ കുരച്ചു ചാടി ഓടിയെത്തുന്ന നായ്ക്കൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. പ്രകോപനപരമായിട്ടുള്ള യാതൊരു പ്രവൃത്തിയും ഇല്ലാഞ്ഞിട്ടും സാധാരണക്കാരായ ജനങ്ങൾക്കു നേരെ ഇവിടെ തെരുവുനായകൾ പാഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഈ തെരുവുനായ നിൽക്കുന്നതിനാൽ തന്നെ സമീപത്തായി വന്ന് നിൽക്കുന്ന ഒരു ഓട്ടോ, ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാതെ ഓട്ടോയ്ക്കുള്ളിൽ തന്നെ മടിച്ചിരിക്കുന്ന, ഒരു കൈക്കുഞ്ഞുമായി മടിച്ചിരിക്കുന്ന അമ്മയെ കൂടി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അത്തരത്തിൽ നിരവധി പേർ ആ തെരുവുനായെ കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ST ആശുപത്രി. ഈ ആശുപത്രിയിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ മൂലകളിൽ നിന്നും പല പ്രായത്തിലും പല വലിപ്പത്തിലുമുള്ള നായ്ക്കൾ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുകയാണ്. ചേട്ടാ, ഇവിടെ സ്ഥിരമായി കുഞ്ഞിനെ ചികിത്സയ്ക്ക് കൊണ്ടുവരാറുള്ള ആളാണ്? 2 ആഴ്ച കൂടുമ്പോൾ വരും. 2 ആഴ്ച കൂടുമ്പോൾ വന്ന് കൊച്ചിനെ കാണിക്കും. നായശല്യം ഉണ്ട്, ഭയങ്കര ശല്യമാണ്. എന്ന് വന്നാലും ഭയങ്കര ശല്യം തന്നെ. സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഇപ്പൊ കണ്ടില്ലേ, കുരയ്ക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ കുട്ടികളെയും കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് അധികൃതരോട് എന്താണ് പറയാനുള്ളത്? ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക, അതേ പറയാം. ഇവിടെ തെരുവുനായ്ക്കള് ശല്യം കൂടുതലാണ് പൊതുവെ. ഞാൻ ഇന്നലെ 2-3 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. രാത്രിയിൽ നല്ല കിടന്നുറങ്ങാൻ നോക്കില്ല, ഭയങ്കര ശല്യമാണ്. പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും വരുന്ന ആൾക്കാരെ കിറ്റുകളും കവറുകളും ബാഗുകളും കൊണ്ടുവരുമ്പോൾ അതിൽ ചാടിപ്പിടിക്കുകയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കിടന്നുറങ്ങാൻ നോക്കില്ല, ശല്യമാണ്, ഭയങ്കര ശല്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റോഡിൽ നിന്നാണ് ഇങ്ങോട്ട് കയറുന്നതെന്നാണ് തോന്നുന്നത്. റോഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ കയറിയിട്ടാണ് ഇവിടെ ശല്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംവിധാനം അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഇതൊരു വല്ലാത്തൊരു സംഭവമായി അനുവദിച്ചു കൊടുക്കാനുള്ളതല്ല. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് സർക്കാരും മറ്റ് ഘടകകക്ഷികളും എല്ലാവരും ചേർന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പറയാനുള്ളത് ഫുഡേജ് വേസ്റ്റ് അത് കറക്റ്റായി നിയന്ത്രിക്കുക. ഏത് സർക്കാർ ഭരിച്ചാലും അതിനായ തീരുമാനം ജനങ്ങൾക്ക് നല്ലതെന്നുള്ളത് തോന്നുന്നു ചെയ്യുക. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്ന സ്ഥലമല്ലേ, അപ്പോൾ അതിന് ഇങ്ങനെ തെരുവുനായകളൊക്കെ അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ? അത് പാടില്ല. അത് ഹോസ്പിറ്റലിൽ അവർ നിയന്ത്രിക്കാനുള്ള അവർക്കുള്ള കടമയല്ലേ. അപ്പോൾ അത്തരത്തിൽ അതീവ ഗൗരവമായൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ മറ്റൊരു തരത്തിലും വിലയിരുത്താൻ കഴിയില്ല. കാരണം കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഇടനാഴികളിലൂടെയും വഴികളിലൂടെയും അതിനുള്ളിലൂടെയും ഒക്കെ നായ്ക്കൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ എത്തുമ്പോഴും അവരെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള നായ്ക്കളെ കൂടി ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ഓരോ രക്ഷിതാക്കൾക്കുമുള്ളത്. ഇതിൽ ഒരു ശാശ്വത പരിഹാരം എന്നുണ്ടാകും, ഇതിനെ എങ്ങനെ പരിഹരിക്കും എന്ന ചോദ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കലിനൊപ്പം ഗോപാൽ ശിലാസനൽ, മീഡിയ 1 തിരുവനന്തപുരം.